സീസൺ 1 7th എപ്പിസോഡ്. കോളനി ഹൗസിൽ ഒരു സെലിബ്രേഷനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്ന എല്ലിസിന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവിടുന്ന് പോകുന്നു. തൻ്റെ റൂമിൽ കട്ടിലിൻ്റെ അടിയിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്ന ഫാത്മ. അടുത്തിരിക്കുന്ന ജൂലി പറയാണ്, നമ്മളെല്ലാവരും ഇവിടെ വന്ന് പെട്ടുപോയതല്ലേ, അപ്പോൾ അതിനെ ഒരു സെലിബ്രേഷനാക്കി മാറ്റുന്നതിനെക്കുറിച്ച് എനിക്ക് അങ്ങോട്ട് ആലോചിച്ചിട്ടൊരു പിടി കിട്ടുന്നില്ല. ഓ അങ്ങനെയല്ലടോ, നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോയതാണെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്തില്ലേ, അതിനെ ഒരു സന്തോഷം നോക്കിയിട്ടാണ് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ പാർട്ടി കുറേ നാൾ കൂടി നടത്തുന്നത് നല്ലതല്ലേ എന്ന് ഫാത്മ. നീ എന്തോ ആക്ച്വലി തപ്പുന്നത്? അതോ എൻ്റെ ഒരു ഫേവറേറ്റ് സ്വെറ്റ് ഷർട്ടാണ്, ഇത് കണ്ടോ, ട്രൂഡി എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന. എല്ലിസിനും ഭയങ്കര ഇഷ്ടമാണിത്. ചിരിക്കുന്ന ജൂലിയോട്, എന്തിനാ ചിരിക്കുന്നത്? അല്ല, നിൻ്റെ പെരുമാറ്റം കണ്ടാൽ ഇവിടെ എല്ലാം ഓക്കെയാണ്, ഇത് നല്ല സ്ഥലമാണെന്നൊക്കെ തോന്നും. സ്പെഷ്യലായിട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുത്താൻ പറ്റൂ എന്ന് ജൂലി പ്രശംസിക്കുന്നു ഫാത്മയെ. അങ്ങോട്ട് വരുന്ന എല്ലിസ് ഇവരെ വിളിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ, നമുക്കൊരു പ്രീ ഗെയിമിന് പോയാലോ എന്ന് ചോദിക്കുന്നു. ഉടനെ ഫാത്മ, അതിന് പാർട്ടി തുടങ്ങിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പ്രീ ഗെയിം എന്ന് പറഞ്ഞത്. മദ്യപിക്കാൻ വിളിക്കുകയാണ് ഇവരെ. അപ്പോൾ ജൂലിയെ വിളിക്കുന്നു. ജൂലി, നീ വരുന്നു? ഇല്ല, ഞാനും വരുന്നില്ല. അവൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. ഇവൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം അവൻ ഇങ്ങനത്തെ പാർട്ടികളൊന്നും അത്ര ഇഷ്ടമല്ല, കാരണം സർവൈവ് ചെയ്തവർക്ക് വേണ്ടിയുള്ള പാർട്ടിയാണല്ലോ, അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യാത്തവരെയും ഓർക്കും. അവൻ അവൻ്റെ അമ്മയെ ഓർത്തിട്ടുള്ള വിഷമമാണെന്ന് പറയുന്നു. ഇതാ ഈ ഡ്രസ്സ് നീ ഇടും, നിനക്ക് നന്നായിട്ട് ചേരും എന്ന് ജൂലിക്ക് ഒരു ഡ്രസ്സ് കൊടുക്കുന്നു. അവൾ അത് വാങ്ങിച്ച് അവിടുന്ന് പോകുന്നു. കിച്ചണിൽ വിക്ടറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് എല്ലിസ്. അല്ല വിക്ടറെ, ഇവിടെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിട്ടുള്ള നീയല്ലേ, അപ്പം നിന്നെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിക്ടർ അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഡോണയെ കാണുമ്പം എല്ലിസ് അവിടെ നിന്ന് പതുക്കെ പോകുന്നു. അപ്പോൾ വിക്ടർ പറയുകയാണ്, ഡോണ, പീച്ചസ് തീർന്നല്ലോ. അതെ, സ്റ്റോറിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ തീർന്നു പോയി. അവിടെ ക്രാൻബെറീസ് ഉണ്ട്, കോക്ടെയിലുണ്ട്, പക്ഷേ ഇയാൾ പീച്ച് തീർന്നു പോയതിൻ്റെ വിഷമത്തിലാണ് വിക്ടർ. കോളനി ഹൗസിൻ്റെ വരാന്തയുടെ ഒരറ്റത്ത് കൊണ്ടുവന്ന് നല്ല ഭംഗിയുള്ള ഒരു ബൊക്കെ വെക്കുന്ന കെവിൻ. എന്നിട്ട് അവൻ പ്രതീക്ഷയോടെ ആരെയോ നോക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഉള്ളിൽ നിന്നും, കെവിൻ അകത്തേക്ക് കയറി, രാത്രി ആകുന്നു എന്ന് പറയുന്നു. ഇയാൾ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ സന്ധ്യയാകുന്നു, സൂര്യാസ്തമയം ആയി എന്നറിയിച്ചു കൊണ്ടുള്ള മണി മുഴക്കി ടൗണിലാകെ നടക്കുന്ന ഷെരീഫിൻ്റെ വീടിൻ്റെ വാതിലിൽ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ് ഫാദർ കാത്രി. ഇപ്പോൾ മടിയിൽ കിടക്കുന്ന ഈ തന്നെ കഥ വായിച്ചു കൊടുക്കുന്ന തബീത്ത. കുഞ്ഞ് ഉറങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പതിയെ എഴുന്നേറ്റ് കർട്ടനൊക്കെ ഇട്ട് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യുന്നു. ഡിന്നർ കഴിക്കാൻ വേണ്ടി ജെയ്ഡിനെ വിളിക്കാൻ വന്ന കെനി കാണുന്നത് ഇവൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലാകെ ആ സിമ്പിൾ വരച്ച് വെക്കുന്ന ജെയ്ഡിനെയാണ്. എന്തു കാണിക്കുന്നതെന്ന് പറഞ്ഞ് ബുക്ക് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് വരയ്ക്കാൻ പേപ്പറില്ല, അതിന് ഞാൻ വായിക്കുന്ന ബുക്കിലാണോ വരയ്ക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ട് അതും കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ പുറത്തിരിക്കുന്ന ഫാദർ കാത്രിയെ കണ്ടിട്ട്, നീ എന്താ ഈ സമയത്ത് ഇവിടെ പുറത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് രാവിലെ വന്നാൽ പോരെ? ഇല്ല, അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ സംസാരിക്കണം. എന്നാൽ പിന്നെ ഇന്ന് രാത്രി ഇവിടെ കിടക്കാം, അകത്തേക്ക് കയറി, രാത്രിയായെന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറുന്നു. കയറി വരുന്ന ഫാദർ കാത്രി കാണുന്നത് പാക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ബാഗ്സാണ്. നീ എവിടെയോ പോകുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ നിന്നെ വന്ന് കണ്ട് സംസാരിക്കാനിരിക്കുകയായിരുന്നു, അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് എന്ന് ഫാദർ. ഈതൻ പെട്ടെന്ന് ഉറങ്ങി എന്ന് പറയുമ്പോൾ, നീ അവനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടല്ലേ എന്ന് ജിം ചോദിക്കുന്നു തമാശയ്ക്ക്. എനിക്കിപ്പം കണ്ണ് തെറ്റിയാൽ അവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണെന്ന് തബീത്ത പറയുമ്പം, എനിക്കും അങ്ങനെ തന്നെയാണ്. പേടിക്കണ്ട, നമ്മൾ വാതിലും ജനലും ഒക്കെ നല്ലോണം അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ ടാലിസ്മാൻ ഉണ്ട്, ഒന്നും പറ്റത്തില്ല. ജൂലി ആ വീട്ടിൽ എന്തെടുക്കുകയാണെന്ന് ഓർത്തിട്ടാണ് അടുത്ത ടെൻഷൻ. എടോ, അവിടുത്തെ ഡോണ, അവൾ ഭയങ്കര ആറ്റം സാധനം, അങ്ങനെ പെട്ടെന്നൊന്നും തെറ്റ് സംഭവിക്കണമെന്ന് അവർ സമ്മതിക്കില്ല എന്ന്. എന്താ ഈ റേഡിയോയുടെ കാര്യം? ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെരീഫിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, പിന്നെ ഡോണായിട്ട് പെർമിഷൻ മേടിക്കണം, അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം സക്സസ് ആകുമോയെന്ന്. കോളനി ഹൗസിലെ ആഘോഷങ്ങളിലേക്ക് ഡോണ വന്ന് ഫാത്മയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞൊരു സ്പീച്ചൊക്കെ നടത്തി ഒരു ഡ്രീം ക്യാച്ചർ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവളുടെ ഇഷ്ടമാണ്, നല്ല സ്വഭാവം, നല്ല ബുദ്ധിയുണ്ട്, ഈ സ്ഥലം നല്ല സന്തോഷഭരിതമാക്കുന്നത് ഫാത്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലിസ് ആണെങ്കിൽ കുടിച്ച് വീഴാൻ പോകുന്ന പോലെ അങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് നമ്മുടെ ഫാത്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജൂലിക്കാകെ കൺഫ്യൂഷൻ. കാട്ടിലേക്ക് പോകാനുള്ള തൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഷെരീഫ് ഇപ്പം ഫാദർ കാത്രിയോട് വിവരിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഫാദർ കൊണ്ടുവന്ന് ആ ബാഗ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഞാനിവിടെ വന്നതിൻ്റെ അന്ന് ഈ ബാഗും ഈ തിങ്സും ഇവിടെ കുഴിച്ചിട്ടതാണ്, ഞാനത് എന്താണെന്ന് നോക്കാൻ. തുറന്ന് നോക്കുമ്പം ബ്ലഡ് പറ്റിയ ഒരു ഷർട്ട്, ഒരു ബോട്ടിൽ, പിന്നെ ഒരു ക്യാൻഡി ബാർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ചോദിക്കുമ്പം, നമ്മളിവിടെ വരുന്നതിന് മുന്നേ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
പണ്ട് ഞാനൊരു കോൺഗ്രേഷനിലായിരുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് വരുമ്പം ഒരു ടീനേജിലുള്ള കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. അവനങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇവൻ്റെ പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവന് എന്നോട് എന്തോ പറയാനുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ അടുത്ത മാസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള വെപ്രാളത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവന് ഈ ക്യാൻഡി കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കി. പക്ഷേ ഈ കുട്ടി പോകുന്നില്ലായിരുന്നു. അവൻ എൻ്റെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക. ഞാൻ നിർബന്ധിച്ച് അവനെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ചെല്ലുമ്പം ഇവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നത് കാണുന്നു. ഞാൻ ആ വീട്ടിലേക്ക് കയറുമ്പം അവിടെ ആകെപ്പാടെ മദ്യത്തിൻ്റെ മണം. നോക്കുമ്പം ഇവൻ്റെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ഈ കുട്ടി അവിടെ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നോട് സംസാരിക്കാനാണല്ലോ ആ കൊച്ചു വന്നത്. എന്നോട് എന്തൊക്കെയോ ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ. എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആകപ്പാടെ മിഠായിയാണ് കൊടുത്തത്. എനിക്ക് ആകപ്പാടെ സങ്കടവും ദേഷ്യവും വന്ന് ഞാൻ അവൻ്റെ അച്ഛനെ ഒരുപാട് ഇടിച്ചു. എൻ്റെ കൈയുടെ എല്ലാം ഒടിയുന്നത് വരെ ഞാൻ അവനെ ഇടിച്ചു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഈ ബോട്ടിലുമായിട്ട് ഞാനൊരു ബ്രിഡ്ജിൽ നിൽക്കുന്നതാണ്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. എന്നോട് പറഞ്ഞു, നിനക്ക് സഞ്ചരിക്കാൻ മറ്റൊരു വഴിയുണ്ട്, കാറിലോട്ട് കയറുമെന്ന്. അങ്ങനെ ഞാൻ കാറിൽ കയറി 2 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്തു. ആ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ എത്തപ്പെട്ടു എന്ന് പറയുന്നു. ഇതൊക്കെ എന്തിനാ ഇപ്പം എന്നോട് പറയുന്നതെന്ന് ഷരീഫ് ചോദിക്കുമ്പം സാറയെ ഞാൻ ബന്ധിച്ച് എൻ്റെ ബേസ്മെൻറ്റിലാക്കിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പാട് ദേഷ്യം വരുന്ന ഷരീഫ് തോക്ക് ചൂണ്ടുവാണ് അച്ഛൻ്റെ നേരെ. നീ എന്നെ വെടിവെക്കാൻ പോവാണോ? പിന്നെ ഫ്രാങ്കിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ നീയല്ലേ നിർബന്ധിച്ചത് അവനെ പണിഷ്മെൻറ്റ് ബോക്സിലിടണം, അങ്ങനെയല്ലേ അവൻ മരിച്ചത്. ഇപ്പോൾ നീ ഈ പെണ്ണിനെ നീ എന്തിനാ സേവ് ചെയ്തെന്ന് ചോദിച്ചിട്ട് ഷരീഫ് ബഹളം വെക്കുവാണ്. ഷരീഫ്, ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ ആണെന്നാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവളല്ലെന്ന് ആര് കണ്ടു എന്ന് അച്ഛൻ ചോദിക്കുന്നു. വിൻഡോയ്ക്ക് പുറത്ത് നിൽക്കുന്ന തൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ് അകത്ത് നിന്ന് കെവിൻ. പക്ഷേ അവളെ അകത്തേക്ക് കയറ്റാത്തതിൻ്റെ പേരിൽ അവൾ പിണങ്ങി പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവൻ പറയുകയാണ്, താഴെ ഒരു പാർട്ടി നടക്കണം, എന്നിട്ട് പോലും ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ അവൾ പറയുകയാണ്, തുറന്നില്ലെങ്കിൽ ഞാൻ പോവുകയാണ്. അങ്ങനെ അവസാനം ഇവൻ നീ മാത്രമല്ലേ അകത്ത് കയറത്തുള്ളൂ എന്ന് ഉറപ്പോടുകൂടി വിൻഡോ തുറക്കുന്നു. പാർട്ടിയുടെ ഇടയ്ക്ക് എല്ലിസ് ഒരാളുമായിട്ട് വഴക്കാവുന്നുണ്ട്. പിന്നെ ഫാത്മ ഒക്കെ ഇടപെട്ട് രണ്ടുപേരും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ ഇവൻ പറയുകയാണ്, സാരമില്ല, ഞാൻ മേളിൽ പോയി കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറയുന്നു. അവൾ കൂടെ പോകാൻ തുടങ്ങുന്നുണ്ട്. അവൻ പറയില്ല, നിൻ്റെ പാർട്ടിയല്ല, നീ ഇവിടെ നിൽക്കും, ഞാൻ പോവാന്ന്. ഈ സമയത്ത് ഇയാൾ പറയുകയാണ്, അമ്മയെപ്പോലെ തന്നെയാണ് മോനും എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഡോണ ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് അയാൾക്ക്. വിൻഡോ തുറന്ന് അകത്തേക്ക് കയറിയ ജാസ്മിൻ കെവിനെ കെട്ടിപ്പിടിക്കുകയാണ്. നിൻ്റെ കൈകൾക്ക് നല്ല ചൂടാണല്ലോ എന്ന് ജാസ്മിനോട്. പിന്നെ അവ തണുത്തതായിരിക്കും നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവനെ ഉപദ്രവിക്കുകയാണ്. അവൻ്റെ നാവ് കടിച്ചു പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. കെനി വന്ന് വിളിച്ചിട്ട് ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന ജെയ്ഡ് അവൻ്റെ അമ്മ വന്ന് വിളിക്കുമ്പോൾ പേടിച്ച് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പാർട്ടിയിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി വിഷമിച്ചിരിക്കുന്ന ട്രൂഡിയുടെ അടുത്ത് വന്ന് ഫാത്മ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒരു പാർട്ടിയല്ലേ, കുറച്ച് സന്തോഷമായിട്ടിരിക്കണ്ടേ? ഓ, അതിന് എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ട്രൂഡി. നല്ല പാർട്ടി എന്നവൾ പറയുമ്പം നിനക്കും ഒരു ആനിവേഴ്സറി പാർട്ടി കിട്ടുമല്ലോ എന്ന് ഫാത്മ. എനിക്കങ്ങ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവളുടെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി തൻ്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിൻ്റെ വരാൻ പോകുന്ന ആനിവേഴ്സറിക്ക് എൻ്റെ അഡ്വാൻസ് ഗിഫ്റ്റാണെന്ന്. ഭയങ്കര സന്തോഷമായി ട്രൂഡിക്ക്. അവൾ പറയുകയാണ്, ഞാൻ പോയി നിനക്ക് തരാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജൂലി, അത് കൊള്ളാമല്ലോ എന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നേരത്തെ നീ ആ പെണ്ണുമായിട്ട് ഉമ്മ വയ്ക്കുന്നത് കണ്ടല്ലോ, സ്റ്റേസിയോ? അത് വെറുതെ തമാശയ്ക്ക്. ഞാൻ വിചാരിച്ചു നീയും എല്ലിസും കൂടെ ലവ് ആണെന്ന്. സത്യം, എല്ലിസാണ് എൻ്റെ ആൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ ഇപ്പോൾ ഉമ്മ വെച്ചതോ? അത് വെറുതെ തമാശയ്ക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ എനിക്കും നിന്നെ ഉമ്മ വയ്ക്കാൻ പറ്റുമോ എന്ന് ജൂലി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയ്യോ അങ്ങനെ ചോദിച്ചു പോയല്ലോ എന്നുള്ള നാണക്കേടിൽ അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. സാറ അവൾക്ക് തോന്നിയ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനായ നീ അങ്ങനെ വിശ്വസിച്ചോ എന്ന് ഷെരീഫ് ചോദിക്കുമ്പം, അല്ല അങ്ങനെയല്ല, 3 വർഷങ്ങൾക്ക് മുൻപ് മറ്റാരും അറിയാതെ ഞാൻ കുഴിച്ചിട്ട ഈ ബാഗിൻ്റെ കാര്യം 3-4 മാസങ്ങൾക്ക് മുമ്പേ മാത്രം വന്ന സാറയ്ക്ക് എങ്ങനെ മനസ്സിലാവും? അത് നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇല്ല, ഞാനൊരു മനുഷ്യനോട് പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ നീ ഇങ്ങനെ ആൻസേഴ്സ് തപ്പി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം പുറത്തറിയണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കാര്യമില്ലേ? ഞാൻ പറയുന്നത് നീ കാട്ടിലോട്ട് പോകുമ്പോൾ ഞാനും അവളും നിൻ്റെ കൂടെ വരാം എന്നുള്ളതാണ്. ജിമ്മിൻ്റെ വീട്ടിൽ ബേസ്മെൻറ്റിൽ കുഴിക്കുന്ന ആ പണി അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കെവിനെ കൊന്നതിന് ശേഷം ഈ മോൺസ്റ്റർ അവിടുത്തെ വിൻഡോ തുറന്നിടുന്നു. മറ്റ് മോൺസ്റ്റേഴ്സൊക്കെ അങ്ങോട്ടേക്ക് അടുക്കുന്നത് കാണിക്കുന്നു. ഫാത്മാരുടെ അടുത്ത് നിന്ന് ഓടിപ്പോയ ജൂലി വന്നത് വിക്ടറിൻ്റെ റൂമിലേക്കാണ്. അയാൾ ആദ്യം കയറ്റാൻ മടിക്കുന്നുണ്ട്, പിന്നെ ഇവൾ കയറുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ താഴെ അത്രയും കുഴികൾ എടുത്തിട്ടത്? എനിക്കതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. നീ എങ്ങോട്ടെങ്കിലും പോവാണോ? ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നല്ലോ. അതിനയാൾ ഉത്തരം പറയുന്നില്ല. ഈ നമ്പർ പ്ലേറ്റൊക്കെ ഇവിടെ വന്ന കാറുകളുടെ ആണോ? അത് അയാൾ പിടിച്ച് മേടിച്ച് വെക്കുന്നു.
ഞങ്ങൾ ആദ്യമായിട്ട് വന്ന ദിവസം നീ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ 2 കാറുകൾ ഒരുമിച്ച് വന്നിട്ട് കുറേ നാളായി, അത് സ്പെഷ്യലാണെന്ന്. അതിന് അങ്ങനെ പറഞ്ഞത്. അയാളൊന്നും മിണ്ടുന്നില്ല. ഇതെന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിനും മറുപടിയില്ല. മിസ്സിസ് ലിയു കൊടുത്ത ഡയറിയിലുള്ള സിമ്പിൾസ് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജെയ്ഡ്. ഇത് കണ്ടിട്ട് നീ എന്തിനാ എപ്പോഴും അതിൽ തന്നെ നോക്കിയിരിക്കുന്നത് എന്ന് കെനി. എന്നിട്ട് ഇവർ നോക്കുമ്പോൾ 2 പേജ് തമ്മിൽ ഒട്ടിയിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്നവർക്കൊരു ഫോട്ടോ കിട്ടുന്നു. അതിലുള്ള ചെറിയ കുട്ടി വിക്ടർ ആണെന്ന് കെനിയുടെ അമ്മ പറഞ്ഞിട്ട് ഇവരറിയുന്നു. തൻ്റെ ഫേവററ്റ് പില്ലോ ഫാത്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച് അതുമായിട്ട് വരുമ്പോൾ ഒരു റൂമിൽ നിന്ന് നല്ല ചിരി കേൾക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ ഇത്രയും ചിരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങോട്ട് ചെന്ന് കയറുന്ന അവൾ അത് സാധാരണ മനുഷ്യരല്ല, മോൺസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ഇവർ 3 പേരും കൂടെ അവളെ കൊന്നു കഴിഞ്ഞു. ഇപ്പോൾ വീടിനുള്ളിൽ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അന്തേവാസികൾ ജീവനും കൊണ്ട് നെട്ടോട്ട് ഓടുവാണ്. ഈ ബഹളം കേട്ട് മയങ്ങിക്കിടക്കുന്ന എല്ലിസ് ഉണരുന്നു. എല്ലിസിനെ അന്വേഷിച്ച് ഫാത്മ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ നോക്കുന്നു. അപ്പോൾ അവൾക്കെതിരായിട്ട് മോൺസ്റ്റേഴ്സ് താഴേക്ക് ഇറങ്ങി വരുന്നു. എന്താണ് ഇത്ര ബഹളം എന്ന് അന്വേഷിക്കുന്ന ജൂലിയോട് കുഴപ്പമാണ്, അത് തുടങ്ങുകയാണ്, നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നു. ജൂലി വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അതിനൊന്നും സമയമില്ല, പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് വിൻഡോയിലൂടെ ഒരു റോപ്പിട്ട് അതുവഴി അവളെ നിർബന്ധിച്ച് ഇറക്കുന്നു. വിക്ടറും പുറകെ ഇറങ്ങുന്നു. എല്ലിസിനെയും ജൂലിയെയും അന്വേഷിക്കുന്ന ഡോണയെ നിർബന്ധപൂർവ്വം ടൗണിൽ മറ്റാൾക്കാരുടെ കൂടെ പറഞ്ഞു വിടുകയാണ് ഫാത്മ. ഇപ്പോൾ താഴെ എത്തിയ വിക്ടറിനോട് നമുക്ക് ടൗണിലേക്ക് പോകാമെന്ന് ജൂലി പറയുമ്പം ഇയാൾ നോക്കുമ്പം വൈറ്റ് ഡ്രസ്സ് ഇട്ട കുട്ടിയെ അവൻ കാണുന്നുണ്ട്. അല്ല, നമ്മൾ ടൗണിലേക്കല്ല, ഇപ്പം ഫോറസ്റ്റിൽ ആ ട്രീയുടെ അടുത്തേക്കാണ് പോകേണ്ടതെന്ന്. നിനക്കെന്താ പ്രാന്തുണ്ടോ? ആ മോൺസ്റ്റേഴ്സ് കാട്ടിലല്ലേ ഉള്ളതെന്ന് ജൂലി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന നിനക്ക് എൻ്റെ ഫാമിലിയെ കാണണമെങ്കിൽ ഇപ്പം നമ്മൾ ട്രീയിലേക്ക് പോയേ പറ്റുമെന്ന് വിക്ടർ. അങ്ങനെ അവർ 2 പേരും ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നു. ഫാത്മയെ അന്വേഷിച്ചു വരുന്ന എല്ലിസ് മരിച്ചു കിടക്കുന്നത് കണ്ട് ഫാത്മയാണെന്ന് കരുതി അവൻ കരയാണ്. നോക്കുമ്പോൾ അത് ട്രൂഡിയാണെന്ന് മനസ്സിലാക്കി ഒരാശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന മോൺസ്റ്ററിനെ കണ്ട് പേടിച്ച് അവൻ വിൻഡോ വഴി താഴേക്ക് ചാടുന്നു. കൈക്ക് സാരമായ പരിക്ക് പറ്റി. ഇവൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഫാത്മ, അവളുടെ പിന്നാലെ നിറയെ മോൺസ്റ്റേഴ്സും. ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല. ഇവനാണെങ്കിൽ വേദന കാരണം അനങ്ങാനും വയ്യ. എങ്ങനെയെങ്കിലും അവനെ എടുത്ത് ഇവൾക്ക് തോന്നിയ ഒരു ഐഡിയ പ്രകാരം വീണ്ടും കോളനി ഹൗസിലേക്ക് തന്നെ കയറുന്നുണ്ട്. ഇപ്പുറമുള്ള 2 വാതിലും അടച്ചു. ചെറിയൊരു സ്പേസിലാണ് ഇവരുള്ളത്. അവിടെ ഒരു ടാലിസ്മാൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെ പറ്റുമെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളും പിന്നെ ആർവിയുടെ കാര്യങ്ങളും ഓർത്തതാണെന്ന് പറഞ്ഞ് കരയുന്നു. കാടിൻ്റെ ഉള്ളിൽ വിക്ടറും ജൂലിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവളോട് ഈ മരത്തിനുള്ളിലേക്ക് കയറിക്കോ, നീ രക്ഷപ്പെടും, ഞാൻ ദേ പിന്നാലെ വരുന്നുണ്ടെന്ന്. മരത്തിൻ്റെ ഉള്ളിലോ, ഞാൻ കയറത്തില്ല എന്ന് വാശി പിടിക്കുന്ന ജൂലി. ഉടനെ അയാൾ പറയാണ്, നീ ഈതനോട് പറയണം എല്ലാം തുടങ്ങുന്നുവെന്ന്. നീ കയറിക്കോ എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് അതിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട്. തൊട്ടുപുറകെ അവൾ മറ്റൊരു സ്ഥലത്തെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഏത് സ്ഥലം എന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ജൂലി. സാറയും കൂട്ടി കാടിനുള്ളിലേക്ക് പോകുന്ന കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാദർ കാത്രിയും ഷെരീഫും കൂടെ. സാറയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവൾ നമുക്ക് തെറ്റായ ക്ലൂ പോലും തരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ട് ഒരു വണ്ടി വരുന്നതായിട്ട് മനസ്സിലാക്കി ഒരു വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പം കോളനി ഹൗസിലെ വാനാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡോണ പറയുന്നുണ്ട്, മോൺസ്റ്റേഴ്സ് ഞങ്ങളുടെ വീടിനുള്ളിൽ കയറിയെന്ന്. എൻ്റെ മോൻ എവിടെ, എല്ലിസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, സോറി എന്നവർ പറയുന്നുണ്ട്. ഈ സമയത്ത് അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് ഓഫീസിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞു. അച്ഛനും കൂടെ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒരു മോൺസ്റ്റർ പിന്നിന്ന് വന്ന് അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നു. ഷെരീഫ് ഒരു വിധത്തിൽ അച്ഛനെ വലിച്ച് അകത്താക്കി ഡോർ അടച്ചു. പക്ഷേ ഷെരീഫിൻ്റെ കൈകളിൽ കിടന്ന് അച്ഛൻ മരിക്കുന്നു.